അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് പറഞ്ഞു, ഞാൻ 3 ദിവസമായി പട്ടിണിയാണെന്ന്. വാപ്പ പറഞ്ഞു, മോളെ വാപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി. വലിയ നിന്റെ ഉപ്പ വല്ലതും കഴിച്ചിട്ട് 4 ദിവസം ഞാൻ പട്ടിണിയാ, പിന്നല്ലേ 3 ദിവസം. വാപ്പായും മകളും കൂടെ മുഖാമുഖം നോക്കുക, ആരാരെയാ സമാധാനിപ്പിക്കണ്ടേ? പഠിപ്പിച്ചു കൊടുക്കണം വാപ്പ. ഇതാണ് പെൺമക്കൾക്ക് കെട്ടിച്ചു വിടുന്ന പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ കുടുംബ വീടിന്റെ അകത്ത് പട്ടിണി കിടന്നിട്ട് ആരോടും പരാതി പറഞ്ഞില്ല. 2 മക്കളെ അല്ലാഹു കൊടുത്തു, ഹസനും ഹുസൈനും. 1 വയസ്സിന്റെ വ്യത്യാസം. 2 മക്കളെയും നോക്കിയിട്ട് ഫാത്തിമ ബീവി പട്ടിണിയാ, ദിവസങ്ങളോളം പട്ടിണി കിടക്ക. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, ആ കുടുംബ വീടിന്റെ അകത്ത് വല്ലാത്ത പ്രയാസത്തിലാണ്. പക്ഷേ ഫാത്തിമയ്ക്ക് പരാതിയില്ല, പരിഭവമില്ല. ഒരു ദിവസം മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പഠിക്കാനൊരു ചരിത്രം പറയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്കുള്ള ചരിത്രമാണ്, ഭർത്താക്കന്മാർക്കുള്ള ചരിത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകളുടെ ഭർത്താവായ അലിയാർ തങ്ങൾ ഒരു ദിവസം ഭാര്യയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? നമുക്കൊന്ന് താമസം മാറണമല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അലിയാർ തങ്ങൾ മനസ്സ് തുറന്ന് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്കും ആഗ്രഹമുണ്ട്. ഇവിടെ നിന്നൊന്ന് മാറി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടതെന്നറിയോ? നിങ്ങളുടെ ഉമ്മയ്ക്കും കൂടെ പറപ്പുകൾക്കും വെച്ച് വിളമ്പി കൊടുക്കാനുള്ള മടി കാരണമല്ല. പഠിച്ചോ, പടച്ചവരെ, ഇന്ന് പെണ്ണുങ്ങള് കല്യാണം കഴിച്ചു കഴിഞ്ഞോ അവൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. ഭർത്താവിനോട് പറയും, എല്ലാവർക്കും വെച്ച് വിളമ്പാൻ വയ്യോ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. പെട്ടെന്ന് വിഹിതം വാങ്ങൂ, പാട സ്വത്ത് വിഹിതം വെക്കാൻ പറ. എന്നിട്ട് വാങ്ങിയിട്ട് നമുക്ക് മറ്റൊരു വീട് വെക്കാം, നമുക്ക് ലോൺ എടുത്ത് വീട് വെക്കാം, പലിശക്കെടുത്ത് വീട് വെക്കാം. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് ഭർത്താവിനോട് പറയുകയാ, ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്തെന്നറിയോ? ഇവിടെ നിങ്ങളുടെ ഉമ്മയും പെങ്ങന്മാരുമുണ്ട്. നമ്മൾ പട്ടിണി കിടക്കുന്നത് കാണുമ്പോ അവർക്ക് വിഷമമാകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളല്ലേ ഞാനും എന്റെ മക്കളും കൂടെ ഇവിടെ പട്ടിണി കിടക്കുന്നത് കണ്ടാ നിങ്ങളുടെ ഉമ്മയ്ക്കും പെങ്ങന്മാർക്കും സഹിക്കാൻ കഴിയില്ലല്ലോ. ഞാനും എന്റെ മക്കളും ഇവിടെ പട്ടിണി കിടക്കുന്നത് നിങ്ങളുടെ ഉമ്മായും സഹോദരിമാരും കണ്ട അവർക്ക് വിഷമമാവും. കാരണം ഞാൻ അള്ളാന്റെ റസൂലിന്റെ മോള. അതുകൊണ്ട് നമ്മൾ പട്ടിണി കിടക്കണേ എന്തിനാ അവര് കാണണേ? നമ്മൾ പട്ടിണി കിടക്കുന്നത് എന്തിനാ അവര് കാണുന്നേ? അവരുണ്ടാക്കുന്നത് കൂടെ നമുക്ക് തരണ്ടേ? അപ്പൊ നമുക്കും ഇല്ല, അവർക്കും ഇല്ല. അതുകൊണ്ടൊന്നും മാറിയ കൊള്ളാന്ന് എനിക്കുണ്ട്. നമ്മുടെ പെണ്ണുമ്പോൾ എന്തേ പറയണേ? നിങ്ങളുടെ ഉപ്പായ്ക്കും ഉമ്മായ്ക്കും കൂടെ പുറപ്പിനൊന്നും വെച്ച് വിളമ്പാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് വിഹിതം വാങ്ങി നമുക്ക് വേറെ വീട് വാങ്ങാം. ഇതാ ഇന്നത്തെ പെണ്ണുങ്ങൾ. എന്നാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അതുകൊണ്ടാ എനിക്ക് മാറണമെന്ന് ആഗ്രഹം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ, എങ്ങനെ നമ്മൾ മാറും? നിങ്ങൾക്ക് ഒരു വാടകയ്ക്ക് വീടെടുത്ത് തരാൻ പോലും പൈസ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ മാറും? അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാനൊരു വഴി പറഞ്ഞു തരാം, നീ വാപ്പാടുത്ത് പോയി ചോദിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്ക പോയിട്ട് നീ പറയണം, നിന്റെ വാപ്പായിക്ക് ഇവിടെ ഒരു സഹാബിയുണ്ട്, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ആ സഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് ചുമ്മാതെ കിടക്കാം മദീനത്ത്, ഒരു വീട് ആരുമില്ലാതെ ചുമ്മാതെ കിടക്ക, കൂട്ടിയിട്ടിരിക്ക. നിന്റെ വാപ്പ ചോദിച്ച ഉറപ്പായിട്ടും ആ സഹാബി ആ വീട് നിനക്ക് തരും. അതുകൊണ്ട് നീ ഉപ്പാനോട് പോയി പറ, ആ വീടൊന്ന് ചോദിച്ചു വാങ്ങിത്തരാൻ. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയുടെ വീട്ടിൽ പോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ചെന്ന് വാപ്പായിക്ക് വല്ലാത്ത സ്നേഹമായി ഫാത്തിമയെ കണ്ടപ്പോ, ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ കണ്ടപ്പോ പ്രവാചകന് വല്ലാത്ത സന്തോഷമായി. എന്തേ ഫാത്തിമ വന്നത്? വാപ്പ, എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, 2 മക്കളുണ്ട് വാപ്പ. എന്റെ ഭർത്താവിന്